ഇതെൻ്റെ കഥയാണ്. എൻ്റെ കഥ. ഞാൻ കുഞ്ഞൻ സ്പൂൺ, യജമാനനാൽ അവഗണിക്കപ്പെട്ട കുഞ്ഞൻ സ്പൂൺ. കണ്ടില്ലേ, യജമാനൻ ഡ്രോയർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്നെ മാത്രം പരിഗണിക്കുന്നേയില്ല. കത്തിയെടുത്തു, വലിയ സ്പൂൺ എടുത്തു, എല്ലാവരെയും എടുക്കുന്നുണ്ട്. പക്ഷേ യജമാനൻ എന്നെ കണ്ടതായി നടിക്കുന്നേയില്ല. കണ്ടില്ലേ, വലിയ സ്പൂണുകളെല്ലാം. യജമാനൻ എന്നെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വലിയവരെല്ലാം പോയി, ഇനിയും ഓർക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ എടുക്കുമായിരിക്കും, നോക്കാം. പക്ഷേ യജമാനൻ എന്നെ പരിഗണിക്കുന്നതേയില്ല. കണ്ടില്ലേ, യജമാനൻ എന്നെ എടുത്തിട്ടും എന്നെ ഇട്ടു. എന്നെ അവഗണിച്ചത് കണ്ടില്ലേ. പക്ഷേ ഇങ്ങനായിരുന്നില്ല ഞാൻ. എനിക്കൊരു ഭൂതകാലമുണ്ടായിരുന്നു. അന്ന് യജമാനന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ. യജമാനൻ്റെ കവിതകൾക്ക്, സർഗാത്മകതയ്ക്ക് കൂട്ടുനിന്നവളായിരുന്നു ഞാൻ. എൻ്റെ സഹായത്താൽ മധുരം യജമാനൻ്റെ പാനീയത്തിലേക്ക് ഇളക്കിച്ചേർത്ത് കവിതകൾ വിരിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്നൊക്കെ യജമാനന് ഏറ്റവും പ്രിയപ്പെട്ടവൾ ഞാനായിരുന്നു. യജമാനൻ്റെ ഹൃദയത്തോട് ചേർന്നായിരുന്നു എൻ്റെ സ്ഥാനം. പക്ഷേ ആ ഒരു സന്തോഷത്തിനും സമാധാനത്തിനുമൊന്നും അധികം കാലമുണ്ടായിരുന്നില്ല. ഒരു ദിവസം പതിവ് പോലെ എന്നെ വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് പതിവില്ലാതെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. യജമാനൻ്റെ കൈകളിൽ നിന്നും ഞാൻ താഴെ വീണു. എവിടെയോ പോയി മറയപ്പെട്ടു. ഏതോ അന്ധകാരത്തിൽ, അഴുക്കിൻ്റെ ഇടയിൽ ഞാൻ ആരാലും കാണപ്പെടാതെ അവഗണിക്കപ്പെട്ട് കിടന്നു. കാലങ്ങൾ ഞാൻ അങ്ങനെ കിടന്നു. കാലങ്ങൾ കഴിയവേ ഒരു ദിവസം വീടിൻ്റെ വൃത്തിയാക്കൽ പ്രക്രിയയിൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. പക്ഷെ വീണ്ടെടുത്തെങ്കിലും എൻ്റെ സ്ഥാനം പുറംപോക്കിലായിരുന്നു. എൻ്റെ കുലത്തിൽ നിന്നും എന്നെ പടിയടിച്ച് പിണ്ടം വെച്ച പോലെ ഏതോ ഒരു മൂലയ്ക്ക് എന്നെ തള്ളിയിട്ടു. കണ്ടില്ലേ, എന്നെ മാറ്റപ്പെട്ടു. എൻ്റെ കുലത്തിലുള്ളവരിൽ നിന്നും ഞാൻ മാറ്റപ്പെട്ടു. എന്നെ പിന്നെ യജമാനൻ ചേർത്ത് വെച്ചില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ എനിക്ക് പുതിയ നിയോഗമാണ്. ജീവൻ്റെ തുടിപ്പിനും ജീവൻ്റെ പച്ചപ്പിനും വളമേകാൻ, ജലമേകാൻ, പുതിയ ജീവനും പ്രത്യാശയേകാൻ, പുതിയ തലമുറയ്ക്കും ജീവവായുവേകാൻ, സസ്യങ്ങൾക്ക് വളമേകാൻ, ജീവനേകാൻ ഞാൻ പുതിയ രൂപത്തിൽ അവതരിച്ചു. എന്നെ എൻ്റെ പഴയ ജോലിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും പുതിയ നിയോഗത്തിൽ ഞാൻ സംതൃപ്തയാണ്. പ്രത്യാശയുടെ പച്ചപ്പിലേക്ക് ജീവനുകളെ കൊണ്ടെത്തിക്കാൻ അന്ധകാരത്തിൻ്റെ അവഗണനയുടെയും പടുകുഴികളിൽ നിന്നും കരകയറിയെത്തിയവളാണ് ഞാൻ. നമ്മൾ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ടാലും പരാജയപ്പെട്ടാലും പടുകുഴിയിലേക്ക് എറിയപ്പെട്ടാലും പ്രത്യാശയോടെ കാത്തിരിക്കണം പുതിയ പ്രതീക്ഷയ്ക്കായി.